വെൽക്കം ബാക്ക് ടു ലസ്ക വ്ളോഗ്സ്. എല്ലാവരും സുഖമായിട്ടിരിക്കണു വിചാരിക്കുന്നു. സോ നമ്മുടെ ഇന്നത്തെ സൺഡേ ഈവനിങ് വ്ളോഗ് ബാംഗ്ലൂർ ഇസ്കോൺ ടെമ്പിളിലോട്ട് പോകുന്നതാണ്. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ മെട്രോയിൽ തന്നെയാണ് യാത്ര ചെയ്യുന്നത്. KR പുരത്ത് നിന്ന് ഇപ്രാവശ്യം പോകുന്നത് മഹാലക്ഷ്മി എന്ന് പറഞ്ഞൊരു മെട്രോ സ്റ്റേഷനിലേക്കാണ്. സോ നമുക്കിനി ഡീറ്റെയിൽഡ് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ മെട്രോയിലൊക്കെ ട്രാവൽ ചെയ്തത് ഇസ്കോൺ ടെമ്പിളിൻ്റെ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞു. മഹാലക്ഷ്മി മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 200 മീറ്റർ മാത്രമേ വാക്കബിൾ ഡിസ്റ്റൻസിലുള്ളൂ ഇസ്കോൺ ടെമ്പിൾ. എക്സിറ്റ് ഗേറ്റ് നമ്പർ C ആണ് നമ്മൾ എടുക്കേണ്ടത്. സോ നമ്മൾ എത്തിയപ്പോൾ തന്നെ സമയം ഏകദേശം 5 മണിയായിരുന്നു. നല്ലൊരു സൺസെറ്റ് വൈബ് തന്നെയായിരുന്നു. സോ എൻട്രൻസിൽ തന്നെ കയറുമ്പോൾ നമുക്ക് നമ്മുടെ ലഗേജ് വെക്കാനുള്ള ക്ലോക്ക് റൂമും പിന്നെ നമുക്ക് ടോയ്ലറ്റ് ഫെസിലിറ്റിയും പിന്നെ അതുകൂടാതെ ചെരുപ്പ് വെക്കാനുള്ള ഫുഡ് സ്റ്റാൻഡും അവൈലബിൾ ആണ്. സോ ചെരുപ്പൊക്കെ വെച്ചതിന് ശേഷം അവരൊരു ടാപ്പ് ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. സോ ദാറ്റ് വി ക്യാൻ വാഷ് അവർ ഫീറ്റ്, ഹാൻഡ്സ് ആൻഡ് എവറിത്തിങ് ബിഫോർ എൻറ്ററിങ് ടു ദ ടെമ്പിൾ. സോ നമ്മൾ നടന്നു പോകേണ്ടത് ഒരു റാമ്പിൽ കൂടെയാണ്. ഇതല്ലാതെ 180 സ്റ്റെയർ കേസസും അവിടെ വേറൊരു എൻട്രൻസിൽ അവൈലബിൾ ആണ്. സോ യൂഷ്വലി ഈ റിച്വൽസ് അല്ലെങ്കിൽ നേർച്ചകൾ നേർന്ന് ഹരിരാമ ഹരികൃഷ്ണ ചാൻറ്റ് ചെയ്തുകൊണ്ട് സ്റ്റെപ്സ് വഴി പോകുന്നവരും ഉണ്ട്. ബട്ട് വി ടുക്ക് ദ റാമ്പ് വേ. ആൻഡ് ഇപ്പം നമുക്ക് എല്ലാവർക്കും നല്ലൊരു സൺസെറ്റിൻ്റെ വ്യൂവും പിന്നെ നമ്മുടെ ടെമ്പിളിൻ്റെ വൈറ്റ് മാർബിൾ വ്യൂവും കാണാൻ പറ്റും. And since it was a Sunday, it was really crowded. എന്തൊക്കെ തിരക്കാണെങ്കിൽ പോലും അവിടുത്തെ ഒരു ഡിവൈൻ വൈബ് വാസ് വെരി ഡിഫറെൻറ്റ് ആൻഡ് പീസ്ഫുൾ. ഈ ഹോൾ ടെമ്പിൾ തന്നെ കൺസ്ട്രക്ട് ചെയ്തിരിക്കുന്നത് 3 ഫേസ് ആയിട്ടാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ തന്നെ കാണാൻ നല്ലൊരു ബ്യൂട്ടിഫുൾ സൈറ്റ് തന്നെയാണ്. അപ്പോൾ നമ്മളിങ്ങനെ നടന്ന് നമ്മുടെ വിശാലമായിട്ടുള്ള ചുറ്റുമുള്ള സൺസെറ്റും ആകാശവും എൻവയോൺമെൻറ്റും എല്ലാം ആസ്വദിച്ച് ഈ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസിലേക്ക് എത്തിക്കഴിഞ്ഞു. സോ ഈ കാണുന്നതാണ് നമ്മുടെ ടെമ്പിളിൻ്റെ മെയിൻ എൻട്രൻസ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സൺഡേയും വീക്കെൻഡും കൂടി ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. എല്ലാവരും എൻട്രൻസിൽ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് തന്നെയാണ് പയ്യെ ടെമ്പിളിൻ്റെ അകത്തോട്ട് പ്രവേശിച്ചത്. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ടെമ്പിളിൻ്റെ അകത്ത് കയറുമ്പോൾ ഒരു സ്വർണ്ണ കൊടിമരമാണ് കാണാൻ പറ്റുന്നത്. അതിൻ്റെ ചുറ്റും നമുക്ക് ഇരുന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയുമുണ്ട്. ആൻഡ് അതിൻ്റെ മെയിൻ ഗേറ്റിലേക്ക് പോകാനുള്ള വഴിയും ലെഫ്റ്റ് സൈഡിൽ അവൈലബിൾ ആണ്. ഇവർ നല്ല രീതിയിൽ ആ ടെമ്പിളിൻ്റെ സറൗണ്ടിങ്സും എല്ലാം തന്നെ ഭയങ്കര ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. ആൻഡ് ക്രൗഡ് കൺട്രോളിന് വേണ്ടി ഓരോ സ്ഥലത്തും അവർ കമ്പികൾ കൊണ്ട് പാത്വേ പോലെ ക്രിയേറ്റ് ചെയ്തിട്ടിട്ടുണ്ട്. സോ ദാറ്റ് ഓരോ സ്റ്റാമ്പേഡ് അല്ലെങ്കിൽ ഓവർ ക്രൗഡിങ് അവോയ്ഡ് ചെയ്ത് പോകാൻ പറ്റും. സോ നമുക്ക് ടെമ്പിളും അതിൻ്റെ ചുറ്റുമുള്ള സറൗണ്ടിങ്സും ഒക്കെ നോർമലായിട്ട് തന്നെ കാണണം എന്നുണ്ടായിരുന്നു. സോ നമ്മൾ നോർമൽ ദർശൻ ടിക്കറ്റ് എടുത്തിട്ട് തന്നെയാണ് പോയത്. അവിടെ ഇത് കൂടാതെ സ്പെഷ്യൽ എൻട്രി ദർശനം അവൈലബിൾ ആണ്. 500 per person ആണ്. സോ ദാറ്റ് വി ക്യാൻ അവോയ്ഡ് ഓൾ ഓഫ് ദിസ് റാമ്പ് അല്ലെങ്കിൽ സ്റ്റെപ്പിൽ കൂടെ കയറുന്ന വാക്ക് ആൻഡ് ഡയറക്ട്ലി എൻറ്റർ ഇൻ ടു ദ ടെമ്പിൾ. ഈ കോവിലിൽ ത്രൂ ഔട്ട് അവർ വിഷ്ണുവിൻ്റെയും ശ്രീകൃഷ്ണൻ്റെയും ഭജൻസും സ്തോത്രങ്ങളും ചൊല്ലുന്നുണ്ടായിരുന്നു. സോ ആദ്യം തന്നെ നമ്മൾ കയറി കണ്ടത് നമ്മുടെ നരസിംഹസ്വാമീനെയാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ബാക്കിയുള്ള ഡൈറ്റീസിൻ്റെ ഐഡൽസ് കാണാൻ പറ്റുന്നത്. സോ ഓരോ ഡൈറ്റീസിൻ്റെ ഫ്രണ്ടിലും ഈ ഭജൻ ഗ്രൂപ്പ്സ് അവിടെ ഇരുന്ന് അവർ പാട്ടൊക്കെ പാടി കൃഷ്ണൻ്റെ നാമങ്ങളൊക്കെ ചൊല്ലിയിരിക്കുകയായിരുന്നു. ആൻഡ് ദെൻ നരസിംഹസ്വാമി കഴിഞ്ഞ് നമ്മൾ വെങ്കടാചലപതി സ്വാമിയും കഴിഞ്ഞിട്ടാണ് മെയിൻ കൃഷ്ണൻ രാധ ഐഡൽ അല്ലെങ്കിൽ ഇസ്കോൺ ടെമ്പിളിൻ്റെ മെയിൻ ടെമ്പിളിലേക്ക് പ്രവേശിക്കുന്നത്. സോ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ നമുക്ക് നമ്മുടെ വേൾഡ് ട്രേഡ് സെൻറ്ററും
ഒറയൻ മോൾ ആൻഡ് ബാക്കിയുള്ള വലിയ ബിൽഡിങ്സ്, പ്രസ്റ്റീജ് ഗ്രൂപ്പ്സിൻ്റെ ബിൽഡിങ്സ്, അങ്ങനെ ചുറ്റുമുള്ള ഒരുപാട് ബിൽഡിങ്സും സൈറ്റ്സും കാണാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ മെയിൻ ബിൽഡിംഗ് വരുന്നത്. മെയിൻ ടെമ്പിൾ ബിൽഡിങ്ങിലേക്ക് പോകുന്ന വഴി നമുക്ക് അവിടുത്തെ അമ്പലക്കുളവും കാണാൻ പറ്റും സൈഡിൽ. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ഇസ്കോൺ ടെമ്പിളിൻ്റെ അകത്തുള്ളൊരു ബ്രോഡ് വ്യൂ. നമുക്ക് അധികം നേരം അവിടെ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ ഇതുവഴി നമ്മൾ ഫ്രണ്ടിലേക്ക് നടന്നു പോകുമ്പോഴാണ് ഡൈറ്റീസിനൊക്കെ കാണാൻ പറ്റുന്നത്. കൃഷ്ണനും രാധയും ബലരാമനും അങ്ങനെ ഒരുപാട് ഡൈറ്റീസിൻ്റെ ഐഡൽസ് അവിടെ വെച്ചിട്ടുണ്ട്. സോ അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോൾ കൃഷ്ണൻ്റെ ഭഗവത്ഗീത, കൃഷ്ണലീല, അങ്ങനെ കുറേയേറെ ബുക്സ് അവിടെ ഓൾ ഓവർ ഇന്ത്യയിലുള്ള ലാംഗ്വേജസിൽ അവൈലബിൾ ആണ്. നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും പർച്ചേസ് ചെയ്യാം, അല്ല ഹാർഡ് കോപ്പി ഉള്ള ബുക്സ് ആണെങ്കിൽ നമുക്ക് അങ്ങനെയും പർച്ചേസ് ചെയ്യാൻ പറ്റും. സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ വരുന്നത് അവിടുത്തെ പ്രസാദ് കൗണ്ടറിലാണ്. ഓൾ ഓവർ ഇന്ത്യയിലുള്ള സ്വീറ്റ്സും ക്രിസ്പി സ്നാക്സും വേറെ ഡെലിക്കസീസും എല്ലാം അവിടെ പ്രസാദായിട്ട് കൊടുക്കുന്നുണ്ട്. അവിടുത്തെ മെയിൻ പ്രസാദ് എന്ന് പറയുന്നത് പേട ആൻഡ് ലഡ്ഡു ആണ്. സോ നമ്മൾ അവിടുത്തെ രാജസ്ഥാനി പേടയാണ് ഓർഡർ പ്ലേസ് ചെയ്ത് മേടിച്ചത്. ഇതുകൂടാതെ അവരവിടെ ഹണി, ഒത്തൻറ്റിക് ഗീ എല്ലാം സെയിൽ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ മേടിച്ച രാജസ്ഥാനി പേട കൂടാതെ വേറെയും കുറേ സ്നാക്സും മേടിച്ചായിരുന്നു. ആൻഡ് ഇത് കഴിഞ്ഞ് നമ്മൾ ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ നമുക്ക് ഒരുപാട് ഷോപ്സ് ആൻഡ് അതർ ആക്സസറീസ് മേടിക്കാൻ പറ്റുന്ന കൗണ്ടേഴ്സും എക്സിബിഷൻ പോലുള്ളൊരു സെറ്റപ്പും നമുക്ക് കാണാൻ പറ്റും. ഇവിടെ നമുക്ക് ഫ്ലോറൽ ഡെക്കോർ ഐറ്റംസ്, നമ്മുടെ പൂജാമുറിയിൽ വെക്കുന്ന ലോട്ടസ്, ബെൽസ്, അങ്ങനത്തെ ഒരുപാട് ഐറ്റംസ് കാണാൻ പറ്റും. സോ എനിക്ക് അവിടുന്ന് ഒരു ചെറിയ വൈറ്റ് മാർബിളിൽ ഉണ്ടാക്കിയ കൃഷ്ണന് രാധയും വാങ്ങണം എന്നുണ്ടായിരുന്നു. സോ നമ്മളത് മേടിച്ചു. ആൻഡ് അത് കൂടാതെ അവർ ഓത്തൻറ്റിക് ആയിട്ടുള്ള ഓർഗാനിക് സാൻഡൽവുഡ് അല്ലെങ്കിൽ ജാസ്മിൻ ഫ്ലവേർഡ് ആൻഡ് ഡിഫറെൻറ്റ് ഫ്ലേവേഴ്സിലുള്ള ഇൻസെൻസ് സ്റ്റിക്സും സെയിൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അവിടെയും നമ്മൾ കണ്ടത് നമ്മുടെ കഴിഞ്ഞ ഹോം ടൂർ വീഡിയോയിൽ ഉണ്ടായിരുന്ന ക്രിസ്റ്റൽ ട്രീ ഓർ സോൾ ഓഫ് ട്രീ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് പോകുമ്പോഴാണ് ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഡിജിറ്റൽ എക്സിബിഷൻ പോലെ അവർ ഇസ്കോണിൻ്റെ ലൈഫ് ഹിസ്റ്ററി, ഹൗ ഇസ്കോൺ ഗോട്ട് ഇൻ ടു എക്സിസ്റ്റൻസ്, അതെങ്ങനെയാണ് ബ്രോഡ് ആയിട്ട് എക്സ്പാൻഡ് ആയത്, എവിടെയൊക്കെയാണ് നമ്മുടെ ഇസ്കോൺ ടെമ്പിളിൻ്റെ ലൊക്കേഷൻസ് വരുന്നത്, പിലിഗ്രിമേജ് സൈറ്റ്സ് ഏതൊക്കെയാണ്, എല്ലാം തന്നെ അതിൽ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇറ്റ് വാസ് വെരി ഇൻഫർമേറ്റീവ്. അത് കഴിഞ്ഞ് കുറച്ചും കൂടി ഫ്രണ്ടിലേക്ക് പോകുമ്പോഴാണ് നമുക്ക് കുറേ ഗിഫ്റ്റ്സ് മേടിക്കാൻ പറ്റുന്ന ഷോപ്സിനെ കാണാൻ പറ്റി. ബ്രോൺസിലും വുഡിലും ഒക്കെ കൃഷ്ണനും രാധയുടെയൊക്കെ സ്റ്റാച്യൂസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സ് അല്ലെങ്കിൽ ഗോൾഡിലും സിൽവർ പ്ലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഹാൻഡിക്രാഫ്റ്റ്സിൻ്റെയും എക്സിബിഷൻ ഉണ്ടായിരുന്നു. അതൊരു സെപ്പറേറ്റ് സെക്ഷൻ തന്നെയായിരുന്നു, വിച്ച് വാസ് ആക്ച്വലി നോട്ട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബട്ട് എക്സ്പെൻസീവ് ഓർ ഹൈ എൻഡ് ഐറ്റംസ്. ഓരോ ഐറ്റവും ഭയങ്കര പ്രഷ്യസ് ആയതുകൊണ്ട് അവർ തൊടാൻ തന്നെ നമ്മളെ സമ്മതിക്കത്തില്ല. ഇറ്റ് വാസ് വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഹാൻഡ് ക്രാഫ്റ്റഡും കൂടി ആയതുകൊണ്ട് ഭയങ്കര എക്സ്പെൻസീവ് തന്നെയായിരുന്നു. ആൻഡ് ഇതായിരുന്നു എനിക്ക് ആ പെർട്ടിക്കുലർ എക്സിബിഷനിൽ ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിം ഓഫ് കൃഷ്ണ. ബട്ട് നല്ല എക്സ്പെൻസീവ് ആയതുകൊണ്ട് നമ്മളത് മേടിക്കാനും പോയില്ല. അത് കഴിഞ്ഞ് നമ്മൾ മുന്നിലേക്ക് നടന്നപ്പോൾ കണ്ടതാണ് അവിടുത്തെ ആനിമേറ്റഡ് സിനിമ തിയേറ്റർ. ഇവിടെ കൃഷ്ണൻ്റെ ഓരോ സ്റ്റോറീസും കുട്ടികൾക്കൊക്കെ ഇഷ്ടമാവുന്ന രീതിയിൽ ആനിമേറ്റഡ് സിനിമയായിട്ട് അവർ ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ഇത് കൂടാതെ നമുക്കവിടെ ക്ലോത്തിങ് ആൻഡ് അതർ ആക്സസറീസും വാങ്ങിക്കാൻ പറ്റും. ഇതെല്ലാം അവരുടെ ഇസ്കോണിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മെർച്ചൻഡൈസാണ്. സോ ഇറ്റ് ഈസ് വെരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആൻഡ് ഇഫ് യു വോണ്ട് ഹൈ എൻഡ് പ്രോഡക്ട്സ് ഓൾസോ അവിടെ ഹൈ എൻഡിലും പർച്ചേസ് ചെയ്യാൻ പറ്റും ഗിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇത് കൂടാതെ അവിടെ ഒരുപാട് ബുക്സും പിന്നെ കൃഷ്ണൻ്റെ ഈ നമ്മുടെ ഡോർ മാറ്റ് അല്ലെങ്കിൽ നമ്മുടെ ടേബിളിൽ വെക്കുന്ന മാറ്റ്, ബാഗ്സ്, ബുക്സ്, സ്വീറ്റ്സ് ആൻഡ് ആക്സസറീസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നമുക്ക് എക്സിബിഷൻ പോലെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. ഇതുകൂടാതെ അവിടുത്തെ വലിയൊരു ഫുഡ് കോർട്ട് തന്നെ ഉണ്ട് ഗൈസ്. അവിടെ ഒരുപാട് തരം ചാട്ട്, സ്നാക്സ്, സ്വീറ്റ്സ് എല്ലാം അവിടെ അവൈലബിൾ ആയിരുന്നു. സോ നമ്മുടെ ഹോൾ ടെമ്പിൾ എക്സിബിഷൻ, ആ മൂവി, എല്ലാ ടൂറും കഴിഞ്ഞ് വന്നതിന് ശേഷം നമുക്ക് വിശക്കുമ്പോൾ ഒരു സ്നാക്ക് കൗണ്ടറും ഉണ്ടായിരുന്നു. സോ ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ നടന്നു പോയതാണ് എക്സിറ്റിലേക്ക്.
So it was truly a beautiful experience just to visit ISKCON Temple Bangalore. ഇപ്പോൾ സമയം ഏകദേശം ഒരു 7:30 ആയിക്കഴിഞ്ഞു. സോ നമ്മൾ അത് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് നടന്നു പോയപ്പോഴാണ് അവിടുത്തെ പ്രസാദ് കൗണ്ടറിൽ നിന്ന് നമുക്ക് നല്ല ചൂടായിട്ടുള്ള ദാൽ റൈസാണ് പ്രസാദമായിട്ട് കിട്ടിയത്. ഇത് കൂടാതെ അവിടെ പുളിയോഗര റൈസ് അല്ലെങ്കിൽ ആ ദിവസത്തെ നിവേദ്യം നമുക്ക് കിട്ടുന്നതാണ്. അത് കഴിഞ്ഞ് മുന്നിലേക്ക് പോയപ്പോഴാണ് അന്നക്കുത്ത എന്ന് പറഞ്ഞിട്ട് ഇസ്കോണിൻ്റെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് അവിടെ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് നല്ല വിശപ്പടിച്ചിട്ട് നമ്മളൊരു ബൂസ്റ്റും ഹോർലിക്സും ഓർഡർ ചെയ്ത് അവിടെ കുടിച്ചു. സോ അത് കഴിഞ്ഞ് ഇങ്ങനെ കുറച്ച് നേരം കൂടി ഇരുന്നപ്പോഴാണ് വിശക്കാൻ തുടങ്ങിയത്. അങ്ങനെ നമ്മൾ പൂരിയും അവിടുത്തെ നീർദോശ, ഫേമസ് ആയിട്ടുള്ള നീർദോശയും ട്രൈ ചെയ്തു. ഇറ്റ് വാസ് ഡെലിഷ്യസ് ആൻഡ് വെരി അഫോർഡബിൾ. അപ്പോൾ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് തിരിച്ച് മെട്രോയിൽ ട്രാവൽ ചെയ്ത് വീട്ടിലെത്തിക്കഴിഞ്ഞു. നല്ലോണം ടയർഡായി. ആൻഡ് ഈ വരുന്ന 25-26 ഡേറ്റ്സിലാണ് നമ്മുടെ ജന്മാഷ്ടമി വരുന്നത്. ആൻഡ് ഇറ്റ്സ് വെരി ഹാപ്പനിങ് അറ്റ് ഇസ്കോൺ ടെമ്പിൾ ബാംഗ്ലൂർ. സോ ബാംഗ്ലൂരിലുള്ളവരും ഇല്ലാത്തവരും എല്ലാവരും വന്ന് വിസിറ്റ് ചെയ്യുക ഷുവറായിട്ട്. ആൻഡ് വി ഹോപ്പ് യു ഓൾ ലൈക്ക് ദിസ് വീഡിയോ. സോ കീപ് സപ്പോർട്ടിങ് ലസ്ക വ്ളോഗ്സ്. അണ്ടിൽ ദ നെക്സ്റ്റ് ടൈം, ബൈ ബൈ.